ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം 13 ദശകം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 14ാമത്തെ കപിലാവതാരം വസന്തമാലിക വൃത്തത്തിലെഴുതിയ 14ാം ദശകമാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിൽ ക്ലാസ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ പുതിയ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. നമുക്കിന്ന് 14ാമത്തെ ദശകം കപിലാവതാരം വസന്തമാലിക വൃത്തത്തിലെ 1ാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം. ശ്ലോകം 1. സമനുസ്മൃതതാവതാം ഘ്രിയുഗ്മഃ സമനുപങ്കജസംഭവാംഗജന്മാ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. ഹരികൃഷ്ണ. പദച്ഛേദം നോക്കുമ്പോൾ സ മനു സ്മൃത താവക താവക അംഘ്രിയുഗ്മഃ താവകാംഘ്രിയുഗ്മഃ എന്നുള്ളത് താവക പ്ലസ് അംഘ്രിയുഗ്മഃ. സ മനുഃ പങ്കജ സംഭവ അംഗജന്മാ നിജം അന്തരം അന്തരായ ഹീനം. അങ്ങനെയാണ് പിരിക്കുമ്പോൾ നിജം അന്തരം അന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. ഇത്രയും പദങ്ങൾ അതിൽ പദച്ഛേദത്തിന് അധികം ഇല്ല. അതിൽ നമുക്ക് അന്വയപ്രകാരം നോക്കുമ്പോൾ പങ്കജ സംഭവാംഗജന്മ, അതായത് പങ്കജ സംഭവൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ അംഗത്തിൽ നിന്ന്, പങ്കജ സംഭവ അംഗജന്മ ബ്രഹ്മാവിൻ്റെ അംഗത്തിൽ നിന്ന് അല്ലെങ്കിൽ അവയവത്തിൽ നിന്ന് ജനിച്ചവനായ സ മനു, ആ മനു സ്വയംഭൂ മനുവിനെയാണ് ഇവിടെ പറയുന്നത്. സമനുസ്മൃത താവതാംഘ്രിയുഗ്മഃ, നല്ലവണ്ണം അനുസ്മരിക്കപ്പെട്ട ഭഗവാന്റെ രണ്ട് പാദങ്ങളോട് കൂടിയവനായിട്ട്, അതായത് ആ സ്വയംഭൂ മനു ശരീരം ബ്രഹ്മാവ് ശരീരം ഉണ്ടാക്കി ശതരൂപയും സ്വയംഭൂ മനുവായിട്ടാണ് സൃഷ്ടിക്ക് പാകാക്കിയിരിക്കുന്നത്. അപ്പം അവരുടെ പുത്രന്മാർ 3 പുത്രിമാരെയൊക്കെ നമ്മൾ പഠിച്ചു. അങ്ങനെ ആ സ്വയംഭൂ മനു സൃഷ്ടി നടത്തിക്കൊണ്ട് ഭഗവാന്റെ രണ്ട് പാദങ്ങളെ നല്ലവണ്ണം അനുസ്മരിക്കുന്നവനായിട്ട് തേ ചരിതം, അവിടുത്തെ ചരിതത്തെ ഭഗവാന്റെ കഥിക്കുന്നവനായി പറയുന്നവനായിട്ട് നിജമന്തരം, നിജം പറഞ്ഞാൽ തൻ്റെ, അതായത് മനുവിൻ്റെ അന്തരം കാലത്തെ, അതായത് ഒരു മന്വന്തരത്തെ അന്തരായഹീനം പറഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടുകളാതെ വിഘ്നങ്ങളൊന്നുമില്ലാതെ സുഖം നിനായ സുഖമായി നയിച്ചു സ്വയംഭൂ മനു എന്ന് പറയുന്നു. അതായത് പ്രജകളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭൂമി മുങ്ങിപ്പോയി, കഴിഞ്ഞ ദശകത്തിൽ പഠിച്ചു. ആ പ്രജകൾക്ക് ഇനി സ്ഥാനമില്ല എന്ന് ബ്രഹ്മാവിനോട് സ്വയംഭൂ മനു പരാതി പറഞ്ഞ കാര്യം നമ്മൾ 12ാം ദശകം അതിൽ പറഞ്ഞു. ഇവിടെ ഭഗവാൻ വരാഹരൂപിയായി അവതരിച്ചിട്ട് ഭൂമിയെ അതിൻ്റെ യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. അതിനുശേഷം സ്വയംഭൂ മനു തൻ്റെ സൃഷ്ടികർമ്മം തുടർന്നു എന്നാണ് പറയുന്നത്. 71 ചതുരകം നീണ്ടതാണ് ഒരു മന്വന്തരകാലം എന്ന് പറയുന്നത്. മനുവിൻ്റെ ഒരു മന്വന്തരകാലം 71 ചതുർയുഗം പറഞ്ഞാൽ അറിയാലോ, 4 യുഗങ്ങൾ ചേർന്നത്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇങ്ങനെ 71 എണ്ണം കഴിയുമ്പോഴാണ് ഒരു മന്വന്തരകാലം കഴിയണത്. ആ സമയം മുഴുവൻ ഭഗവാന്റെ 2 പാദങ്ങളെ നിരന്തരമായി അനുധ്യാനം ചെയ്തുകൊണ്ട് ഭഗവാന്റെ ചരിതത്തെ പറഞ്ഞുകൊണ്ട് അന്യരുടെ അറിവിലേക്ക് വേണ്ടി കീർത്തിച്ചുകൊണ്ട് ആ മന്വന്തരകാലം നയിച്ചു. യാതൊരു വിഘ്നങ്ങളും കൂടാതെ ഭഗവാന്റെ ഭക്തനായ സ്വയംഭൂവിൻ്റെ കാലം യാതൊരു വിഘ്നങ്ങളും ഇല്ലാതെ സുഖമായി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ആ സ്വയംഭൂ മന്വന്തരം ക്ലേശങ്ങളില്ലാതെ കഴിയാൻ കാരണം എന്താണ്? ഭഗവാനിലുള്ള ഭക്തിയാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. നമുക്ക് 2ാമത്തെ ശ്ലോകം പഠിക്കാം. സമയേ ഖലു തത്ര കർദ്ധമാഖ്യോ ദ്രുഹിണച്ഛായ ഭവസ്തദീയവാചാ ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവം സ്ത്വാമയുധം സമാസിഷേവേ. ഹരേ കൃഷ്ണ. പദച്ഛേദം നോക്കുമ്പോൾ സമയേ ഖലു തത്ര കർദ്ധമാഖ്യഃ ദ്രുഹിണ ഛായ ഭവഃ തദീയവാചാഃ ധൃതസർഗരസഃ നിസർഗരമ്യം ഭഗവൻ ത്വാം അയുധം
അയുധം എന്നാണ് വാക്ക്. അപ്പം സ്ത്വാമയുധം എന്ന് വായിക്കണം. ഭഗവം സ്ത്വാമയുധം സമാസിഷേവേ. അത്രയും പദച്ഛേദങ്ങളുള്ളൂ. നമുക്ക് അന്വയപ്രകാരം നോക്കുമ്പോൾ ഹേ ഭഗവൻ, അല്ലയോ ഭഗവാനെ, തത്സമയേ ഖലു, തത്ര സമയേ ഖലു, ആ സമയത്ത്, ദ്രുഹിണച്ഛായ ഭവ. ദ്രുഹിണൻ്റെ പറഞ്ഞ എന്താണ്? ദ്രുഹിണൻ പറഞ്ഞാൽ ബ്രഹ്മാവാണ്. ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്നുണ്ടായ കർദമ മഹർഷി ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്നാണ് ഞാൻ മുൻപത്തെ ഒരു ഇതിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ആ ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്നുണ്ടായ കർദമൻ എന്ന മഹർഷി പ്രജാപതിയാണ്. തദീയ വാച, ബ്രഹ്മാവിൻ്റെ വാക്കനുസരിച്ചിട്ട്, ധൃതസർഗരസഹ, സൃഷ്ടിരസത്തോടു കൂടിയവനായി, അതായത് സൃഷ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവ് കർദമനോട് പറയണം, കർദമ മഹർഷിയോട്. അപ്പോൾ ആ സൃഷ്ടിരസത്തോടു കൂടിയവനായി, സൃഷ്ടിക്കാൻ തയ്യാറായിട്ട് അതിൽ താല്പര്യമുള്ളവനായിട്ട്, നിസർഗരമ്യം ത്വാം, സ്വാഭാവികമായ രമണീയത, അത് സ്വതവേ മനോഹരനായ ഭഗവാനെ, അയുധം അയുധം പറഞ്ഞാൽ 10,000 എന്നാണ് കണക്ക്. ആ അയുധം പറഞ്ഞാൽ 10,000 സംവത്സരക്കാലം സിഷേവേ, ഭഗവാനെ സേവിക്കുകയാണ്. അതായത് സൃഷ്ടി നടത്താൻ ബ്രഹ്മാവ് പറഞ്ഞപ്പോൾ അങ്ങനെ പോയി നടത്താൻ വേണ്ടി പോവുകയല്ല ചെയ്തത്. ഭഗവാന്റെ അതിമനോഹരമായ രൂപത്തെ 10,000 സംവത്സരം, അതായത് താൻ ചെയ്യുന്ന സൃഷ്ടികൾ വളരെ നന്നായിരിക്കണം, അല്ലെങ്കിൽ നല്ല പ്രജകളായിരിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഭഗവാന്റെ അതിമനോഹരമായ രൂപത്തെ സേവിച്ചു. കർദമ പ്രജാപതി ജനിച്ചത് ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്നാണ്. അങ്ങനെ സ്വയംഭൂവിനെ പോലെ ശ്രേഷ്ഠനാണ് കർദമനും. കർദമനെയും ബ്രഹ്മാവ് സൃഷ്ടികർമ്മത്തിന് പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ ആജ്ഞ സ്വീകരിച്ചിട്ട് കർദമൻ ഉടനടി സൃഷ്ടി ആരംഭിച്ചില്ല. തൻ്റെ സൃഷ്ടികൾ ശ്രേഷ്ഠമായി തീരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് കർദമൻ. അതുകൊണ്ട് ഭഗവാനെ 10,000 കൊല്ലം കർദമൻ അതിനുവേണ്ടി സ്വതവേ രമണീയ രൂപം, മനോഹരനായ ഭഗവാന്റെ രൂപത്തെ 10,000 കൊല്ലം സേവിച്ചു. 10,000 വർഷമാണ് കർദമൻ ഭഗവാനെ ഉദ്ദേശിച്ച് തപസ് ചെയ്തതെന്നർത്ഥം. അങ്ങനെ സ്വാഭാവികമായിട്ട് സുന്ദരമാണ് ഭഗവാന്റെ രൂപം. അപ്പം അതിൻ്റെ അനുധ്യാനം കൊണ്ട് സുന്ദര സൃഷ്ടികൾക്കുള്ള കഴിവ് ആ കർദമനുണ്ടായി എന്ന്. ഹരേ കൃഷ്ണ. ശ്ലോകം 3 നോക്കാം നമുക്ക്. ഗരുഡോപരി കാളമേഘകമ്രം വിലസത്കേളി സരോജപാണി പത്മം ഹസിതോലസിതാനനം വിഭോത്വം വപുരാവിഷ്കുരുഷേ സ്മ കർദ്ധമായ. ഹരേ കൃഷ്ണ. ഗരുഡ ഉപരി, ഗരുഡൻ്റെ പുറത്ത് കയറി, കാളമേഘകമ്രം വിലസത് കേളി സരോജ പാണി പത്മം ഹസിത ഉല്ലസിത ആനനം. ഹസിത ഉല്ലസിത ആനനം. അപ്പം ഹസിതോല്ലസിതാനനം വിഭോ ത്വം വപുഹു ആവിഷ്കുരുഷേ സ്മ കർദ്ധമായ. അപ്പം വപുരാവിഷ്കുരുഷേ സ്മ കർദ്ധമായ. അത്രയും പദങ്ങൾ നമുക്ക് അന്വയപ്രകാരം അർത്ഥം നോക്കുമ്പോൾ, വിഭോ ഭഗവാനെ വിളിക്കുന്നത് ഹേ വിഭുവായ ഗുരുവായൂരപ്പ, ത്വം അവിടുന്ന് കർദമനായിട്ട് ഗരുഡോപരി, അതായത് 10,000 വർഷം തപസ് ചെയ്തിട്ട് ആ കർദമൻ്റെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നതാണ് ഇവിടെ പറയുന്നത്. ആ ഗരുഡൻ്റെ പുറത്ത് മുകളിൽ കാളമേഘകമ്രം, അതായത് പുതിയ മേഘത്തിൻ്റെ നിറത്തോടുകൂടി മനോഹരമായതും, വിലസത് പാണി സരോജ പാണി പത്മം, അതായത് മനോഹരമായ താമരപ്പൂ പോലെ മനോഹരമായ ഭഗവാന്റെ കയ്യിൽ ഒരു സരോജം താമര ധരിച്ചിട്ടുള്ളതും, കളിയായിട്ടൊരു താമര ധരിച്ചതും, പിന്നെ ഹസിതോലസിതാനനം ഹസിത പറഞ്ഞ പുഞ്ചിരി കൊണ്ട് ശോഭിക്കുന്ന മുഖത്തോടു കൂടിയതുമായ വപു ഭഗവാന്റെ ആ ശരീരം ആവിഷ്കരിച്ചു, അല്ലെങ്കിൽ അവിടെ ആ കർദമൻ്റെ മുന്നിൽ പ്രത്യക്ഷനായി. ഭഗവാൻ ഈ രൂപത്തിലാണ് കർദമന് പ്രത്യക്ഷനായത്. നിസർഗരമ്യനായ ഭഗവാൻ, അതായത് അതിസുന്ദരനായ ഭഗവാനാണ് കർദമ പ്രജാപതി 10,000 കൊല്ലം തപസ്സുകൊണ്ട് ആരാധിച്ചത്. അപ്പം സൗന്ദര്യ സാരമായി തന്നെ ഭഗവാൻ കർദമന് പ്രത്യക്ഷമാവുകയാണ്. ഗരുഡാരൂഢനായിട്ട് 1000 കോടി സൂര്യന്മാരുടെ തേജസ്സുള്ളവനായി ഇവിടെ ഗരുഡനെ വർണ്ണിക്കുന്നത്. തേജോരൂപിയായ ഗരുഡൻ്റെ പുറത്ത് കാളമേഘ നിറം, മേഘത്തിൻ്റെ നിറത്തോടു കൂടിയതും
അങ്ങനെയുള്ള ഭഗവാന്റെ രൂപം പ്രത്യക്ഷനായി. ഭഗവാന്റെ ആ താമര പോലെ മനോഹരമായ കയ്യിൽ മറ്റൊരു താമരയും ഉണ്ടായിരുന്നു. കേളി സരോജം എന്നാണ് പറയുന്നത്. ഇവിടെ കേളി സരോജം കൊണ്ട് ശോഭിക്കുന്ന ആ കൈകളോടുകൂടി ലക്ഷ്മി ദേവി ഭഗവാനോടൊപ്പം ഗരുഡൻ്റെ പുറത്തുകൂടി ഉണ്ടായിരുന്നു എന്നും കൂടി വ്യാഖ്യാനിക്കുന്ന വിധത്തിൽ ഭഗവാന്റെ മുഖം എങ്ങനെയാണ്? പുഞ്ചിരി കൊണ്ട് ഉല്ലസിക്കുന്നതായിരുന്നു. അപ്രകാരം സർവാംഗസുന്ദരനായ ശരീരം ഭഗവാൻ സ്വീകരിച്ചു. ഭക്തൻ ഏത് രൂപത്തിലാണോ മനസ്സിൽ ധ്യാനിക്കുന്നത് ആ രൂപത്തിലായിരിക്കും അത്രേ ഭഗവാൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക. അപ്പോൾ കർദമൻ എങ്ങനെയാണോ അതിസുന്ദരമായ രൂപം ധ്യാനിച്ചുകൊണ്ടിരുന്നത് അതുപോലെ ഭഗവാൻ ആ കർദമ മഹർഷിയുടെ പ്രജാപതിയുടെ മുന്നിൽ പ്രത്യക്ഷനായി. ഹരേ കൃഷ്ണ. നമ്മൾക്ക് 4 തൊട്ടുള്ള ക്ലാസ് ശ്ലോകങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എല്ലാവരും വളരെ ശ്രദ്ധിച്ച് അർത്ഥം മനസ്സിലാക്കി പഠിക്കാൻ ചൊല്ലാനും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ നാരായണ.